മനുഷ്യവർഗത്തിൻ്റെ പാപം ഏറ്റെടുത്ത് മരക്കുരിശിൽ മരിച്ച് കല്ലറയിലടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങൾ. ഒരു ഒക്ടോബർ 7-ാം തീയതി കൂടി കടന്നുപോയിരിക്കുന്നു. കൃത്യം 2 വർഷം മുൻപ് 2023 ഒക്ടോബർ 7-ാം തീയതി ഒരു ശനിയാഴ്ചയായിരുന്നു. സമാധാനത്തിൻ്റെ സ്വർഗീയ നിഴലായിരിക്കുന്ന യഹൂദന്മാരുടെ പവിത്രമായ ശബത്ത് ദിവസം. ഇസ്ലാമിക ജിഹാദി ഭീകര സംഘടനയായ ഹമാസിൻ്റെ നേതൃത്വത്തിൽ ഇസ്ലാമിൻ്റെ ധർമ്മഭടന്മാർ എന്ന് കേരളത്തിലെ ജിഹാദികൾ വിശേഷിപ്പിക്കുന്ന രക്തക്കൊലയാളികൾ ഇസ്രായേലിൻ്റെ അതിർത്തി ഭേദിച്ച് ജൂതൻ്റെ മണ്ണിലേക്ക് അതിക്രമിച്ചു കടന്ന് ദിവസങ്ങൾ പ്രായമുള്ള പിഞ്ചുകുട്ടികളടക്കം 1200-ലധികം നിരപരാധികളുടെ ജീവൻ കവർന്നെടുത്തുകൊണ്ട് ഇസ്ലാമിക ഭീകരതയ്ക്ക് ഒരു പുതിയ അധ്യായം രചിച്ച് ലോകത്തെ ഞെട്ടിച്ചതിൻ്റെ 2ാം വാർഷികമായിരുന്നു ഈ കഴിഞ്ഞുപോയ ഒക്ടോബർ 7. ആ ജിഹാദി ഭീകരാക്രമണം മനസ്സിനകത്ത് മനുഷ്യത്വത്തിൻ്റെ കണികയെങ്കിലും അവശേഷിച്ചിരിക്കുന്ന സകല മനുഷ്യരിലും നടുക്കമുളവാക്കിയ ഒരു ദുഷ്ടതയായിരുന്നു. ഇസ്ലാമിക ജിഹാദി ഭീകര സംഘടനയായ ഹമാസിൻ്റെ ധർമ്മഭടന്മാർ ഇസ്ലാമിക ജിഹാദിൻ്റെ പേരിൽ ജൂതവിരോധത്തിൻ്റെ വിഷം കലർത്തി ഇസ്രായേലിനെതിരെ ഏകപക്ഷീയമായ ഒരു യുദ്ധം ആരംഭിക്കുകയായിരുന്നു. എഴുത്തും വായനയും അറിയാത്ത അപരിഷ്കൃതനായ മുഹമ്മദ് കാണിച്ചു കൊടുത്ത മനുഷ്യത്വഹീനതയിൽ ഉത്തമ മാതൃകയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഇസ്ലാമിൻ്റെ ധർമ്മഭടന്മാരായ ഹമാസ് ഭീകരന്മാർ 7-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ മരുഭൂമിയിൽ വെച്ച് ഖൈബറിലെയും ബനു നദീറിലെയും ബനു ഖുറൈളയിലെയും ബനു ഖൈനൂഖയിലെയും നിരപരാധികളായ ജൂതന്മാരുടെ രക്തം എങ്ങനെയാണോ മുഹമ്മദും സ്വഹാബിമാരും ചൊരിഞ്ഞത്, അതേപോലെ തന്നെ ഇസ്രായേലിലുണ്ടായിരുന്ന യഹൂദന്മാരും അല്ലാത്തവരുമായ നിസ്സഹായരായ മനുഷ്യരുടെ രക്തവും ചൊരിഞ്ഞു. യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ, കുറ്റബോധത്തിൻ്റെ നേരിയ ലാഞ്ചന പോലുമില്ലാതെ ഖുറാനിലും ഹദീസുകളിലും ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്ന മതപരമായ കടമയും കർത്തവ്യവുമാണ് തങ്ങൾ നിർവഹിക്കുന്നതെന്നുള്ള ഉത്തമ ബോധ്യത്തോടെയാണ് ഇസ്ലാമിൻ്റെ ധർമ്മഭടന്മാരായ ആ മനുഷ്യ പിശാചുക്കൾ അന്ന് ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി കണ്ണിൽ കണ്ടവരെയെല്ലാം കൊന്നുതള്ളി താണ്ഡവമാടിയത്. കുട്ടികളെ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് കൊലപ്പെടുത്തി, കുട്ടികളുടെ മുന്നിൽ മാതാപിതാക്കളെയും കൊലപ്പെടുത്തി, ആളുകളെ ജീവനോടെ ചുട്ടുകൊന്നു, സ്ത്രീകളെയും പെൺകുട്ടികളെയും ബലാത്സംഗം ചെയ്ത് നബിചര്യ നിറവേറ്റി, പുരുഷന്മാരുടെ തലയെറുത്തു, ഹോളോകോസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ട വൃദ്ധന്മാരെ അടക്കം പീഡിപ്പിച്ചു കൊന്നു, മാസങ്ങൾ പ്രായമുള്ള കൈക്കുഞ്ഞുങ്ങളെ മൈക്രോവേവ് ഓവനിൽ വെച്ച് ജീവനോടെ പൊരിച്ചെടുത്തു. ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ബലാത്സംഗം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ പാവ സ്ത്രീകളുടെ നെറ്റിയിൽ കൈത്തോക്ക് ചേർത്ത് വെച്ച് വെടിയുണ്ടകൾ അവരുടെ തലച്ചോറിലേക്ക് കയറ്റി. അവസാനം കൊന്നു മടുത്തപ്പോൾ അവർ കണ്ണിൽ കണ്ട മനുഷ്യരെയെല്ലാം എടുത്ത് ട്രക്കുകളിൽ അട്ടിയട്ടിയായിട്ട് അവരുടെ മുകളിൽ കയറിയിരുന്ന് ഗാസയിലേക്ക് തിരിച്ചുപോയി. ഇസ്രായേലിൻ്റെ മണ്ണിൽ നിന്ന് നിരപരാധികളുടെ ഹൃദയം പൊട്ടുന്ന നിലവിളികൾ ഉയർന്നപ്പോൾ ഗാസയിലെ ആബാലവൃദ്ധൻ ജനങ്ങൾ ജൂതൻ്റെ രക്തം വീണ് ഭൂമി ചുവന്നതിൽ സന്തോഷം പൂണ്ട് അന്യോന്യം മധുരം വിളമ്പി തെരുവുകളിൽ ആഹ്ലാദ നൃത്തം ചവിട്ടുകയായിരുന്നു. ഇങ്ങ് കേരളക്കരയിൽ പോലും ആ സന്തോഷത്തിൻ്റെ അലയൊലികളെത്തി. ഇസ്രായേലിൻ്റെ കൊട്ടിഘോഷിക്കപ്പെട്ട അയൺ ഡോമിനെ ഹമാസ് തകർത്തു തരിപ്പണമാക്കി എന്ന് പറഞ്ഞ് കേരളത്തിലെ ഇസ്ലാമിക ധർമ്മഭടന്മാർ സോഷ്യൽ മീഡിയയിൽ ആനന്ദത്തിലാറാടി. ഇസ്രായേൽ രാജ്യത്ത് സ്വന്തം വീട്ടിനകത്ത് കിടപ്പുമുറികളിൽ നിർഭയമായി ഉറങ്ങിക്കിടന്നിരുന്ന യഹൂദികളെ തൻ്റെ കൈകൊണ്ട് കൊലപ്പെടുത്തിയ കാര്യം മാതാപിതാക്കളെ ഫോണിൽ വിളിച്ചറിയിക്കുന്ന ഗാസൻ ചെറുപ്പക്കാരും അത് കേട്ട് അല്ലാഹു അക്ബർ വിളിച്ച് സന്തോഷം പങ്കുവയ്ക്കുന്ന മാതാപിതാക്കളും അന്ന് ഗാസയിലെ ഒരു സാധാരണ കാഴ്ചയായിരുന്നു. ഇസ്രായേലിൽ നിന്ന് ഗാസൻ മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടുപോയ നിസ്സഹായരും നിരപരാധികളുമായ മനുഷ്യരുടെ കരച്ചിലും നെടുവീർപ്പും ഇസ്ലാമിക ധർമ്മഭടന്മാരായ ഗാസൻ മുസ്ലിങ്ങളുടെ ആഹ്ലാദത്തിമിർപ്പിൽ മുങ്ങിപ്പോയി. വാസ്തവത്തിൽ അന്ന് ഹമാസിൻ്റെ നേതൃത്വത്തിൽ ഗാസൻ മുസ്ലിങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തിയത് ഒരു യുദ്ധമായിരുന്നില്ല, നിരപരാധികളുടെ നിളഞ്ചൊരിഞ്ഞ ഒരു ടിപ്പിക്കൽ ജിഹാദി ഭീകരാക്രമണം മാത്രമായിരുന്നു. ലെബനോനിൽ നിന്ന് ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പായ ഹിസ്ബുള്ളയും യമനിൽ നിന്ന് മറ്റൊരു പ്രോക്സി ഗ്രൂപ്പായ ഹൂത്തികളും ആ ജിഹാദി നരനായാട്ടിൽ പങ്കുചേർന്നു. ഗാസയിൽ നിന്നും ലെബനോനിൽ നിന്നും യമനിൽ നിന്നും ഇസ്രായേലിലേക്ക് മിസൈലുകളും റോക്കറ്റുകളും
ഇടവിടാതെ ചീറിപ്പാഞ്ഞു വന്നുകൊണ്ടിരുന്നു. മറ്റേതൊരു രാഷ്ട്രമായാലും പതറിപ്പോകുന്നൊരു സന്ദർഭമായിരുന്നു അത്. എന്നാൽ തങ്ങളുടെ ചെറിയൊരു പതർച്ച പോലും ഇസ്രായേൽ രാഷ്ട്രത്തെ എന്നേക്കുമായി ഭൂമിയിൽ നിന്നും ഉന്മൂലനം ചെയ്യും എന്നറിയാവുന്ന യഹൂദൻ സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ നിയമപരമായ അവകാശം ശരിയായി വിനിയോഗിച്ചുകൊണ്ട് അതിശക്തമായി തന്നെ തിരിച്ചടിച്ചു. ജിഹാദി ഭീകരന്മാർക്കില്ലാത്തൊന്ന് യഹൂദനുണ്ടായിരുന്നു: ചിന്താശേഷിയുള്ള, പ്രവർത്തന സജ്ജമായ ഒരു തലച്ചോറ്. കഠിനാധ്വാനത്തിലൂടെ മരുഭൂമിയെ മലർവാടിയാക്കിയ യഹൂദന് അതിനെ സംരക്ഷിക്കാനുള്ള കഴിവും ഉണ്ട് എന്ന ലളിതമായ കാര്യം അല്ലാഹു അക്ബർ വിളിച്ച് ജിഹാദ് നടത്താൻ പോയ ഗാസൻ മുസ്ലിങ്ങൾ ഓർത്തില്ല. ആയുധശക്തിയും സാങ്കേതിക തികവും ഇതിനു മുൻപുണ്ടായിട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും അറബ് രാജ്യങ്ങളെ നാണം കെടുത്തിക്കൊണ്ട് വിജയത്തിന്റെ വെന്നിക്കൊടി വാറിച്ച യുദ്ധവൈദഗ്ധ്യത്തിന്റെ ചരിത്രമുള്ള യഹൂദൻ ഹമാസിനെ വേട്ടയാടാനിറങ്ങി. ഒക്ടോബർ 7 ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത് ജീവനോടെ ഗാസയിൽ തിരിച്ചെത്തിയ ഇസ്ലാമിക ജിഹാദി ഭീകരന്മാർ പകൽ വെളിച്ചത്തിന് ഭയപ്പെട്ട് മാളങ്ങളിൽ ഒളിക്കുന്ന പെരിച്ചാഴികളെപ്പോലെ ഗാസയിലെ തുരങ്കങ്ങളിലേക്ക് ഊളിയിട്ടു. ഇസ്രായേൽ സൈന്യം അവരുടെ എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് ആ പെരിച്ചാഴികളെ പുറത്തു ചാടിച്ചു. ഗാസയിലെ ഹമാസിന്റെ നേതാക്കളെ ഓരോന്നോരോന്നായി അവർ ഹൂറികളുടെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ടിരുന്നു. ഈ നേതാക്കന്മാർക്ക് അകമ്പടി സേവിക്കാനായി ഇഷ്ടം പോലെ അനുയായികളെയും നേതാക്കന്മാരുടെ കൂടെ തന്നെ ഇസ്രായേൽ സൈന്യം അള്ളാന്റെ സുബർക്കത്തിലേക്ക് അയക്കുന്നുണ്ടായിരുന്നു. അതിനൊരു അപവാദം ഇസ്മായിൽ ഹനിയ മാത്രമായിരുന്നു. ഇറാനിൽ വെച്ച് ഇസ്മായിൽ ഹനിയ യഹൂദന്റെ പ്രതികാരാഗ്നിയിൽ വെന്തിരിഞ്ഞപ്പോൾ പേഴ്സണൽ ബോഡിഗാർഡായ വസീം അബു ഷാബാൻ മാത്രമേ കൂടെയുണ്ടായിരുന്നുള്ളൂ. മാളങ്ങളിൽ നിന്ന് തുരപ്പനെലികളെ പുകച്ച് പുറത്തു ചാടിക്കുന്നത് പോലെ ഗാസയിലെ തുരങ്കങ്ങളിലേക്ക് കടൽ വെള്ളം അടിച്ചു കയറ്റി ഇസ്ലാമിക ധർമ്മഭടന്മാരായ ഹമാസനന്മാരെ പുറത്തു ചാടിച്ച് അവരുടെ മേൽ ബോംബ് വർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പുറത്തുള്ള ശത്രുക്കളെയും ഇസ്രായേൽ സൈന്യം കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഹൂത്തികളുടെ തുറമുഖങ്ങൾ ഇസ്രായേൽ ബോംബാക്രമണങ്ങളിൽ ചാമ്പലായിപ്പോയി. യമൻ തുറമുഖങ്ങളിലെ കടൽ വെള്ളം പോലും തീപിടിച്ച് നിന്ന് കത്തുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. ലെബനോനിലാണെങ്കിൽ ഇസ്രായേലിനും ലെബനൻ ഭരണകൂടത്തിനും തീരാ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഹിസ്ബുള്ളയിലെ ജിഹാദികളെയെല്ലാം പേജർ ആക്രമണത്തിലൂടെ വെറും ഒരൊറ്റ മണിക്കൂർ കൊണ്ട് ഇസ്രായേൽ സൈന്യം ഹിസ്ബോൾ ഇല്ലാ ജിഹാദികളാക്കി മാറ്റി. അങ്ങനെ ഹിസ്ബോൾ ഇല്ലാ ടീമായി ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് പോയി. ജൂതന്റെ കാഞ്ഞ ബുദ്ധി കണ്ട് ലോകം അമ്പരന്നു നിന്നു. അത് കഴിഞ്ഞ് ജൂതപ്പക സിറിയയ്ക്ക് നേരെ നീണ്ടു. ദീർഘകാലമായി സിറിയൻ ഭരണകൂടവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പലസ്തീൻ ജനറൽ കമാൻഡ് PFLP-GC എന്ന മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഭീകര സംഘടനയുണ്ടായിരുന്നത് സിറിയയിലായിരുന്നു. കൂടാതെ അസദ് ഭരണകൂടത്തെ പിന്തുണച്ചിരുന്നതും സിറിയൻ സൈന്യവുമായി ബന്ധമുള്ളതുമായ മറ്റൊരു ഇസ്ലാമിക ജിഹാദി സംഘടനയായ പലസ്തീൻ ലിബറേഷൻ ആർമി അഥവാ PLA അതും സിറിയയിലാണ് ഉണ്ടായിരുന്നത്. ഗോലാൻ കുന്നുകൾക്ക് സമീപമുള്ള സിറിയൻ അതിർത്തിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നവരായിരുന്നു അവർ. ഇവരെ കൂടാതെ ലിവ അൽ ഖുദ്സ്, ഫതഹ് അൽ ഇന്തിഫാദ തുടങ്ങിയ ഭീകരവാദ ഗ്രൂപ്പുകൾ സിറിയൻ മണ്ണിൽ നിന്നും ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരുന്ന ഇസ്ലാമിക ഭീകരവാദ ജിഹാദി സംഘടനകളായിരുന്നു. ഒക്ടോബർ 7 ജിഹാദി ആക്രമണങ്ങളിൽ ഈ ഭീകര സംഘടനകൾ പങ്കെടുത്തതായി തെളിവുകളൊന്നുമില്ല. എങ്കിലും സിറിയയിൽ ഈ ഭീകര സംഘടനകൾ ഉള്ളിടത്തോളം കാലം ഇസ്രായേലിന്റെ സുരക്ഷിതത്വത്തിന് അതൊരു ഭീഷണിയായിരിക്കും എന്നറിയാവുന്ന ജൂതൻ സാഹചര്യം മുതലെടുത്ത് സിറിയയിലേക്കും ആക്രമണം നീട്ടി. ഹിസ്ബുള്ളയ്ക്ക് ലെബനോൻ ഭരണകൂടത്തിന്റെ പിന്തുണയുണ്ടായിരുന്നില്ല. ഹിസ്ബുള്ളയെ നിയന്ത്രിക്കാൻ ലെബനോൻ ഭരണകൂടത്തിന് കഴിവും പ്രാപ്തിയും ഉണ്ടായിരുന്നില്ല. അതുപോലെയായിരുന്നില്ല സിറിയയിലെ പലസ്തീൻ ഭീകരവാദ ഗ്രൂപ്പുകളുടെ കാര്യം. ബാസർ അൽ അസദിന്റെ ആശീർവാദത്തോടെയും അനുഗ്രഹത്തോടെയുമാണ് അവ സിറിയയിൽ പ്രവർത്തിച്ചിരുന്നത്. ആ ഭീകരവാദ ഗ്രൂപ്പുകളെയെല്ലാം ആക്രമിച്ച് നശിപ്പിച്ചിട്ടും ജൂതൻ അടങ്ങിയില്ല. ആ ജിഹാദി ഗ്രൂപ്പുകളുടെ വേരുകൾ അസദ് ഭരണകൂടത്തിൽ നിന്നാണ് വെള്ളവും വളവും വലിച്ചെടുക്കുന്നത് എന്നറിയാവുന്നതുകൊണ്ട് ജൂതപ്പക ബാസർ അൽ അസദിന് നേരെയും നീണ്ടു. പതിറ്റാണ്ടുകളായി സിറിയയിൽ നിന്നുള്ള ജിഹാദി ആക്രമണങ്ങളെ സഹിച്ചുകൊണ്ടിരുന്ന ജൂതന്റെ പ്രതികാരം ആകാശത്തു നിന്നും മഴ പോലെ പൊഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രളയത്തിൽ തങ്ങൾ ഒഴുകിപ്പോകുമെന്ന് മനസ്സിലാക്കിയ ബാസർ അൽ അസദും കുടുംബവും രാഖിരാമാനം സിറിയ വിട്ടോടിപ്പോയി. അങ്ങനെ 2024 ഡിസംബർ 8
ബാസർ അൽ അസദ് ഭരണകൂടം വീണു. അസദ് വീണ ഉടനെ സിറിയക്കകത്തേക്ക് കടന്നു കയറിയ ഇസ്രായേൽ സൈന്യം ഗോലാൻ കുന്നുകൾക്കപ്പുറമുള്ള 235 ചതുരശ്ര കിലോമീറ്റർ ബഫർ സോൺ കീഴടക്കി ഇപ്പോഴും കൈവശം വെച്ചിരിക്കുകയാണ്. അവിടെയുള്ള ജനം ഡ്രൂസുകളാണ്. ഡ്രൂസുകൾ ആവശ്യപ്പെടുന്നത് ഇസ്രായേൽ സൈന്യം സിറിയയിൽ നിന്നും പിടിച്ചെടുത്ത തങ്ങൾ അധിവസിക്കുന്ന 235 ചതുരശ്ര കിലോമീറ്റർ ഭൂമി ഇസ്രായേലിനോട് കൂട്ടിച്ചേർത്ത് തങ്ങളെ ഇസ്രായേലിൻ്റെ ഭാഗമാക്കണം എന്നാണ്. സിറിയയിലെ മുസ്ലിങ്ങളിൽ നിന്നും ഡ്രൂസുകൾ നേരിടുന്ന പീഡനം അത്ര കഠിനമാണ്. അതുകൊണ്ടാണ് അവർ സിറിയയിൽ നിന്ന് വേർപെട്ട് ഇസ്രായേലിനോട് ചേരാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെ ഒരു ആവശ്യം ഇസ്രായേൽ സൈന്യത്തിൻ്റെ മുമ്പാകെ വെച്ചതും. സിറിയ വീണിട്ടും ജൂതപ്പക അവസാനിച്ചില്ല. ഇതിൻ്റെയൊക്കെ ആണിക്കല്ലായി പ്രവർത്തിക്കുന്ന ഇറാനിലെ ആയത്തുള്ളയ്ക്ക് നേരെ ആ പക നീണ്ടു. സുന്നി മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് ഇതുവരെ കഴിയാത്ത ഇസ്രായേൽ നശീകരണം ഷിയ മുസ്ലിം രാഷ്ട്രമായ ഇറാന് കഴിയും എന്ന് ലോക മുസ്ലിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനും അങ്ങനെ ആഗോള മുസ്ലിങ്ങളുടെ നേതൃസ്ഥാനം ഏറ്റെടുക്കാനും വേണ്ടി ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഹൂത്തികൾക്കുമൊക്കെ ആളും അർത്ഥവും ആയുധവും നൽകി ഇസ്രായേലിലേക്ക് ജിഹാദിന് വിട്ട ആയത്തുള്ള ഖൊമൈനി സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരിക്കില്ല ഇസ്രായേൽ ഇത്ര ധൈര്യത്തോടെ തങ്ങളുടെ നേരെ വരുമെന്ന്. ഹിജാബ് ശരിയായി ധരിക്കാത്തതിൻ്റെ പേരിൽ മഹ്സ അമിനിയെ ഭരണകൂടം കൊലപ്പെടുത്തിയതിനെതിരെ തെരുവിലിറങ്ങിയ നൂറുകണക്കിന് സ്ത്രീപക്ഷ മനുഷ്യാവകാശ പ്രവർത്തകരെ കൊന്നുതള്ളിയ അതേ ഇറാന്റെ ആകാശത്ത് പെൺകഴുകന്മാരെ പോലെ ഇസ്രായേലി വനിതകൾ നിയന്ത്രിക്കുന്ന ഫൈറ്റർ ജെറ്റുകൾ വട്ടമിട്ട് പറന്നു. ആ ഫൈറ്റർ ജെറ്റുകളിൽ നിന്ന് മിസൈലുകളായും റോക്കറ്റുകളായും ബോംബുകളായും ജൂതന്റെ ക്രോധം ഇടുത്തി പോലെ പെയ്തിറങ്ങിയപ്പോൾ ആഗോള മുസ്ലിങ്ങളുടെ പരമാധ്യക്ഷ സ്ഥാനം സ്വപ്നം കണ്ട് അതിനുവേണ്ടിയുള്ള കുപ്പായവും തയ്പ്പിച്ച് ടെഹ്റാനിലെ അതിസുരക്ഷാ കൊട്ടാരത്തിനുള്ളിൽ കാത്തിരുന്ന ആയത്തുള്ള ഖൊമൈനി എന്ന കടൽക്കിളവൻ തൻ്റെ വാർദ്ധക്യത്തിൻ്റെ എല്ലാ അവശതകളും മറന്ന് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഭൂഗർഭ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് അലറി വിളിച്ച് ഓടുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ആയത്തുള്ള ഖൊമൈനിക്ക് ജൂതനുമായുള്ള പോരാട്ടത്തിൽ ഷഹീദായി മാറി ഇരട്ടി പ്രതിഫലം വാങ്ങിക്കാൻ വേണ്ടി അള്ളാന്റെ സ്വർഗത്തിലേക്ക് പോകാൻ യാതൊരു താല്പര്യവുമില്ലെന്നുള്ള സത്യം അയാൾ ലോകത്തിന് ബോധ്യമാക്കി കൊടുക്കുകയും ചെയ്തു. പെണ്ണുങ്ങളെ ചാക്കിനകത്ത് കയറ്റുന്ന 7-ാം നൂറ്റാണ്ടിലെ പ്രാകൃതത്വവും 21-ാം നൂറ്റാണ്ടിലെ ഇസ്രായേലി പെണ്ണുങ്ങൾ നയിക്കുന്ന ഫൈറ്റർ ജെറ്റുകളും തമ്മിൽ ഇറാന്റെ ആകാശത്ത് ഏറ്റുമുട്ടുമെന്നൊക്കെ പലരും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പോരാടുന്നത് പോയിട്ട് ഒന്ന് എഴുന്നേറ്റ് നിവർന്നു നിൽക്കാനുള്ള ശേഷി പോലും 7-ാം നൂറ്റാണ്ടിലെ പ്രാകൃതാശയങ്ങളെ മുറുകെ പിടിക്കുന്ന ഇറാൻ ഭരണകൂടത്തിൻ്റെ റവല്യൂഷണറി ഗാർഡുകൾക്കില്ലായിരുന്നു. കൊട്ടിഘോഷിക്കപ്പെട്ട ഇറാൻ റവല്യൂഷണറി ആർമിയും ഇറാൻ ഭരണകൂടവും ഊതി വീർപ്പിക്കപ്പെട്ട വെറും ബലൂണുകൾ മാത്രമാണെന്നും ഞങ്ങളിതാ അത് കുത്തിപ്പൊട്ടിക്കുന്നു എന്നും ഫൈറ്റർ ജെറ്റുകളുടെ പൈലറ്റ് സീറ്റുകളിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേലിൻ്റെ പെൺപുലികൾ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു. ആയത്തുള്ള ഖൊമൈനി ചത്ത് നരകത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുമ്പോൾ പോലും ഇസ്രായേലി സ്ത്രീകളിൽ നിന്ന് കിട്ടിയ ഈ അടിയുടെ വേദന അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇറാന്റെ സൈനിക മേധാവികളെയെല്ലാം തീർത്ത ജൂതൻ അവരുടെ ആയുധ ശേഖരങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി. അതിനുശേഷം പണി പൂർത്തിയായിക്കൊണ്ടിരുന്ന ഇറാൻ ന്യൂക്ലിയർ റിയാക്ടറിൽ അവർ ബോംബ് മഴ പെയ്യിച്ചു. ആണവശാസ്ത്രജ്ഞന്മാരെ ഹൂറികളുടെ അടുക്കിലേക്ക് പറഞ്ഞുവിട്ടു. ജൂതപ്പകയുടെ കാഠിന്യത്തിൻ്റെ ഭീകരത എത്ര ഭയാനകമാണെന്ന് ആയത്തുള്ളവർ നേരിട്ട് അനുഭവിച്ചറിഞ്ഞു. ജൂതന്റെ കോപത്തി ഒന്നാളിക്കത്തിയാൽ അതിൽ വെന്തിരിഞ്ഞു പോകുന്ന വെറും വൈക്കോൽ കൂനകളും ഈയാമ്പാറ്റകളും മാത്രമാണ് ഇസ്രായേലിൻ്റെ ശത്രുക്കളെല്ലാം എന്ന നഗ്നസത്യം ലോകത്തിന് ഇസ്രായേൽ മനസ്സിലാക്കി കൊടുത്തു. ഇറാനെ നിശബ്ദനാക്കിയിട്ടും ജൂതന്റെ കോപം അടങ്ങിയില്ല. ജൂതൻ പിന്നെ തിരിഞ്ഞത് ഖത്തറിന് നേർക്കായിരുന്നു. ലോക പോലീസായ അമേരിക്കയുടെ സംരക്ഷണത്തിലുള്ള അതേ ഖത്തറിന് നേരെ. ഒക്ടോബർ 7 കൂട്ടക്കൊലയുടെ സൂത്രധാരന്മാരായ ഹമാസിന്റെ നേതാക്കന്മാർക്ക് ആതിഥ്യമരുളി ദോഹയിലെ അത്യാഡംബര ഹോട്ടലുകളിൽ സുഖജീവിതം നയിക്കാൻ അനുവദിച്ച ഇരട്ടത്താപ്പിന്റെ മറുപേരായ ഖത്തർ അല്പം പോലും കുറയാതെ അറിഞ്ഞു ജൂതപ്പകയുടെ തീവ്രതയും തീഷ്ണതയും. ദോഹയിലുള്ള ഹമാസിന്റെ പൊളിറ്റിക്കൽ ഓഫീസിലേക്ക് ഇസ്രായേലിന്റെ മിസൈൽ വന്ന് പതിച്ചപ്പോഴുണ്ടായ സ്ഫോടനത്തിൽ ഞെട്ടിവിറച്ചത് ഹമാസും ഖത്തറും മാത്രമായിരുന്നില്ല, അറബ് ലോകം മുഴുവനുമായിരുന്നു. ഇസ്രായേൽ ദോഹയിലേക്ക് അയച്ചത് കേവലം ഒരു മിസൈലായിരുന്നില്ല, അറബ് രാജ്യങ്ങൾക്കും ഇസ്ലാമിക ലോകത്തിനുമുള്ള ഒരു സന്ദേശം കൂടിയായിരുന്നു. ഒക്ടോബർ 7 ഇസ്രായേലിനകത്ത് കയറി നടത്തിയ കൂട്ടക്കൊലകൾക്ക് ഉത്തരവാദികളായവർ എവിടെ ഒളിച്ചാലും അവരെ ഞങ്ങൾ തീർത്തിരിക്കും എന്ന സന്ദേശം.
അമേരിക്കയുടെ സംരക്ഷണത്തിലുള്ള രാജ്യത്താണ് അവരുള്ളതെങ്കിൽ പോലും ഞങ്ങൾ അവരെ അവിടെയിട്ട് തന്നെ തീർക്കും എന്ന ശക്തവും വ്യക്തവും കൃത്യവും സുടവുമായ സന്ദേശം. ഇസ്രായേലിൻ്റെ സന്ദേശം അത്രമേൽ വ്യക്തമായിരുന്നതുകൊണ്ട് ഖത്തറിന് കാര്യം മനസ്സിലായി. ഖത്തർ ഇപ്പോൾ പറയുന്നത് ഹമാസ് ബന്ദികളെ വിട്ടുകൊടുത്താൽ ആ നിമിഷം തീർക്കാവുന്ന യുദ്ധമാണ് ഇത് എന്നാണ്. കിട്ടേണ്ടത് കിട്ടുമ്പോഴേ ചിലർക്കൊക്കെ തോന്നേണ്ടത് തോന്നുകയുള്ളൂ എന്ന് കാർന്നോന്മാർ പറയുന്നത് എത്ര വലിയ സത്യമാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഏതായാലും ഹമാസിൻ്റെ ജിഹാദി നരനായാട്ട് കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷം മിഡിൽ ഈസ്റ്റിലെ ചിത്രം മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. അറബികളുടെ ആകാശത്ത് ഇന്ന് ഉയർന്നു പറക്കുന്നത് കഴുകന്മാർ മാത്രമല്ല, നീല നിറത്തിൽ ദാവീദിന്റെ നക്ഷത്രം ഉല്ലേഖനം ചെയ്തിരിക്കുന്ന ജൂതന്റെ പതാക കൂടിയാണ്. അറബ് രാജ്യങ്ങൾക്കെല്ലാം മിഡിൽ ഈസ്റ്റിലെ ഇസ്രായേലിന്റെ മേധാവിത്വം അംഗീകരിച്ചു കൊടുക്കേണ്ടി വന്നിരിക്കുന്നു. ഏതൊന്നിനെയാണോ നശിപ്പിച്ചില്ലാതാക്കാൻ വേണ്ടി ഹമാസ് വ്യർത്ഥമായി പരിശ്രമിച്ചത്, അത് നശിച്ചില്ലെന്ന് മാത്രമല്ല, അന്നത്തേതിനേക്കാളും ഏറെ ഉയരത്തിലേക്ക് വളരുകയും പടരുകയും പന്തലിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചവരെല്ലാം നശിച്ച് നാറാണക്കല്ല് തോണ്ടിയിരിക്കുന്നു. സ്വന്തം ചാരത്തിൽ നിന്നും പറന്നുയരുന്നതായി യവന കഥകളിൽ പറയുന്ന ഫീനിക്സ് പക്ഷിയെ പോലെയാണ് ഇസ്രായേൽ എന്ന കാര്യം ഇനിയെങ്കിലും വിമർശകർ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഒന്നുകിൽ ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്നും എന്നേക്കുമായി തുടച്ചു നീക്കാം, അല്ലെങ്കിൽ അവരെ എക്കാലത്തേക്കും തങ്ങളുടെ അടിമകളാക്കാം എന്ന വ്യാമോഹവുമായി നടന്നവരെ ചരിത്രത്തിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാണാൻ സാധിക്കും. പക്ഷെ അവരെല്ലാം ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് മാഞ്ഞുപോയി. ഇസ്രായേൽ ഇന്നും തല ഉയർത്തി സ്വാതന്ത്ര്യത്തോടെ തന്നെ നിൽക്കുന്നു. BC 15-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിലെ ഫറവോമാർക്ക് ഇങ്ങനെയൊരു മോഹമുണ്ടായിരുന്നു. ഇസ്രായേലി കുടുംബങ്ങളിൽ ജനിക്കുന്ന ആൺകുട്ടികളെയെല്ലാം കൊല്ലാൻ അവർ കൽപ്പനയിട്ടത് ഈ മോഹം പൂർത്തീകരിക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഇസ്രായേൽ ഇന്നും നിലനിൽക്കുന്നു. ഫറവോമാർ എവിടെ പോയി? BC 15-ാം നൂറ്റാണ്ടിൽ ഇസ്രായേലിനെ ആക്രമിച്ച അമാലേക്കിന് ഇങ്ങനെയൊരു ആഗ്രഹമുണ്ടായിരുന്നു. ഇന്ന് അമാലേക്ക് എന്ന പേര് പോലും സാധാരണക്കാർക്കറിയില്ല, അത്രമാത്രം അവർ ചരിത്രത്തിലേക്ക് മാഞ്ഞുപോയി. പക്ഷെ ഇസ്രായേൽ ഇന്നും നിലനിൽക്കുന്നു. BC 14 മുതൽ 8 വരെയുള്ള നൂറ്റാണ്ടുകളിൽ മിദ്യാന്യർ, ഫിലിസ്തീർ, അമ്മോന്യർ, മോവാബ്യർ തുടങ്ങിയവരെല്ലാം ഇതേ വ്യാമോഹത്തോടെ ഇസ്രായേലിനെ ആക്രമിച്ചവരായിരുന്നു. ആ ജനതകൾ ഒന്നും തന്നെ ഇന്ന് നിലനിൽക്കുന്നില്ല. പക്ഷേ യഹൂദനും ഇസ്രായേലും ഇന്നും ലോകത്തിൻ്റെ മുമ്പിൽ തല ഉയർത്തി തന്നെ നിൽക്കുന്നു. BC 8-ാം നൂറ്റാണ്ടിൽ അസീറിയക്കാർ ഇസ്രായേലിൻ്റെ നാശത്തിനു വേണ്ടി ശ്രമിക്കുകയും ഭാഗികമായി അതിൽ വിജയിക്കുകയും ചെയ്തവരാണ്. വടക്കേ രാജ്യമായ ഇസ്രായേലിലെ 10 ഗോത്രങ്ങളെ അവർ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. എന്നാൽ ഇന്ന് ആ അസീറിയക്കാരുടെ മക്കൾ അസീറിയൻ ഭാഷയും സംസ്കാരവും സ്വത്വവും സംരക്ഷിക്കാൻ കഴിയാതെ ഇസ്ലാമിക ഭരണാധികാരികളുടെ കീഴിൽ ഞെരിഞ്ഞമരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പക്ഷെ അപ്പോഴും ഇസ്രായേൽ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി ലോകത്ത് തല ഉയർത്തി തന്നെ നിലനിൽക്കുന്നു. BC 6-ാം നൂറ്റാണ്ടിൽ ബാബിലോണിയർക്കും ഇതേ ആഗ്രഹമുണ്ടായിരുന്നു. അവർ തെക്കേ രാജ്യമായ യഹൂദിയെ ആക്രമിച്ച് കീഴടക്കി യഹൂദന്മാരെ അടിമകളാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയതാണ്. എന്നാൽ നെബൂഖദ്നേസർ സ്ഥാപിച്ച ബാബിലോൺ സാമ്രാജ്യം വെറും 3 തലമുറ മാത്രമേ നിലനിന്നുള്ളൂ. മേദ്യരും പാർസികളും അവരെ തകർത്ത് കളഞ്ഞു. പക്ഷെ യഹൂദൻ പിന്നെയും ഭൂമുഖത്ത് നിലകൊണ്ടു. BC 5-ാം നൂറ്റാണ്ടിൽ പേർഷ്യക്കാരനായ ഹാമാൻ യഹൂദന്മാരെ മുച്ചൂടും മുടിച്ചു കളയുവാൻ ഒരു ശ്രമം നടത്തിയതാണ്. എന്നാൽ ഹാമാൻ 50 മുഴം ഉയരമുള്ള കഴുമരത്തിൽ കിടന്നാടി. അവൻ്റെ 10 പുത്രന്മാരും കൊല്ലപ്പെട്ടു. യഹൂദൻ അപ്പോഴും അതിജീവിക്കുക തന്നെ ചെയ്തു. BC 2-ാം നൂറ്റാണ്ടിൽ സെലൂസിദ് സാമ്രാജ്യത്തിലെ അന്തിയോക്കസ് എപ്പിഫാനസ് 4-ാമനും ഇതേ ആഗ്രഹമുണ്ടായിരുന്നു. യഹൂദന്മാരോടുള്ള ക്രൂരതയ്ക്ക് അവൻ കുപ്രസിദ്ധനായിരുന്നു. എന്നാൽ പിന്നീട് സെലൂസിദ് സാമ്രാജ്യം ചരിത്രത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടു. യഹൂദൻ അപ്പോഴും ഭൂമിയിൽ അവശേഷിച്ചു. BC 1-ാം നൂറ്റാണ്ടിൽ റോമിലെ സൈനിക രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിരുന്ന ഗ്നായസ് പോംബെയൂസ് മാഗ്നസ് അഥവാ പോംബെയ്ക്കും ഈ വ്യാമോഹമുണ്ടായിരുന്നു. 12,000 യഹൂദന്മാരെ കൊന്ന് ജെറുസലേം നഗരം പിടിച്ചെടുത്തതിന് ശേഷം പോംബെ ദൈവാലയത്തെ അശുദ്ധമാക്കി യഹൂദന്റെ ആത്മീയ സ്വാതന്ത്ര്യം റോമാക്കാരുടെ നിയന്ത്രണത്തിലാണെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ പിന്നീട് ചരിത്രത്തിൽ നാം കാണുന്നത് അതേ റോമാക്കാരുടെ കയ്യിൽ നിന്നും ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈജിപ്തിലെ യുവരാജാവായിരുന്ന ടോളമി 13-ാമൻ്റെ അടുക്കൽ അഭയം തേടി ഓടിച്ചെല്ലുന്ന പോംബെയാണ്. സീസറിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി
ടോളമി 13 ഉപദേഷ്ടാക്കൾ പോംബെയെ വഞ്ചനാപരമായി കൊലപ്പെടുത്തി. BC 48 സെപ്റ്റംബർ 28 പോംബെയുടെ ശിരസ് അറുത്തെടുത്ത് അവർ സീസറിന് അയച്ചു കൊടുത്തു. യഹൂദൻ അപ്പോഴും ഭൂമിയിൽ അതിജീവിച്ചു. AD 70 ജെറുസലേമിനെ ആക്രമിച്ച റോമൻ ചക്രവർത്തിയായിരുന്ന വെസ്പേഷ്യന്റെ മകൻ ജനറൽ ടൈറ്റസിനും ഇതേ ആഗ്രഹമുണ്ടായിരുന്നു. 1 ദശലക്ഷം യഹൂദന്മാരെയാണ് ടൈറ്റസ് കൊന്നുകളഞ്ഞത്. യഹൂദന്മാരുടെ അഭിമാനമായിരുന്ന ജെറുസലേം ദൈവാലയം കല്ലിന്മേൽ കല്ലവശേഷിക്കാതെ ടൈറ്റസ് തകർത്തു കളഞ്ഞു. അതിനുശേഷം AD 135 ഹദ്രിയൻ ചക്രവർത്തി ജെറുസലേം ആക്രമിച്ച് നശിപ്പിച്ചപ്പോൾ യഹൂദ ഉന്മൂലനം എന്ന വ്യാമോഹമുണ്ടായിരുന്നു. 5,80,000 യഹൂദന്മാരെയാണ് ഹദ്രിയൻ കൊന്നുകളഞ്ഞത്. കൂടാതെ യഹൂദരെ യഹൂദ്യയിൽ നിന്ന് നാടുകടത്തുകയും ചെയ്തു. പക്ഷേ പിന്നീട് ചരിത്രത്തിൽ നാം കാണുന്നത് റോമാ സാമ്രാജ്യം 2ആയി വിഭജിക്കപ്പെടുന്നതാണ്. കിഴക്കും പടിഞ്ഞാറുമുള്ള 2 റോമാ സാമ്രാജ്യവും തകർന്നുപോയി. പക്ഷെ യഹൂദൻ ഇന്നും നിലനിൽക്കുന്നു. AD 7-ാം നൂറ്റാണ്ടിൽ ബൈസന്റിയൻ സാമ്രാജ്യത്തിലെ ഹെറാക്ലിയാസ് ചക്രവർത്തി യഹൂദ കൂട്ടക്കൊലകൾക്ക് ഉത്തരവിട്ടപ്പോൾ യഹൂദ ഉന്മൂലനം എന്ന വ്യാമോഹമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ബൈസാന്റിയൻ സാമ്രാജ്യം പിന്നീട് ഓട്ടോമൻ തുർക്കികളുടെ കീഴിലേക്ക് പോയി. യഹൂദൻ അപ്പോഴും ഭൂമിയിൽ അവശേഷിച്ചു. AD 7-ാം നൂറ്റാണ്ടിൽ റാഷിദൂൻ ഖലീഫേറ്റിലെ 2ാമത്തെ ഖലീഫയായിരുന്ന ഖലീഫ ഉമർ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് യഹൂദന്മാരെ മുഴുവൻ നാടുകടത്തിക്കൊണ്ട് യഹൂദമുക്ത അറേബ്യ എന്ന മുഹമ്മദിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചു. പേർഷ്യൻ അടിമയായിരുന്ന അബൂ ലുവ ഫൈറൂസ് എന്നയാൾ മദീനയിൽ വെച്ച് ഉമറിനെ കുത്തിക്കൊന്നു. തുടർന്ന് റാഷിദുൻ ഖലീഫേറ്റ് കേവലം 17 കൊല്ലമേ നിലനിന്നുള്ളൂ. 4ാമത്തെ ഖലീഫയായിരുന്ന അലി കൊല്ലപ്പെട്ടതോടെ റാഷിദുൻ ഖാലിഫേറ്റ് ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടുകയും ഒരു കാലത്ത് മുഹമ്മദിന്റെ ആജന്മ ശത്രുവായിരുന്ന അബൂ സുഫിയാൻ ഇബ്നു ഹർബിന്റെ മകൻ മുവാവിയ അധികാരം പിടിച്ചെടുക്കുകയും ഉമയ്യാദ് ഖിലാഫത്ത് സ്ഥാപിച്ചുകൊണ്ട് ഇസ്ലാമിൽ കുടുംബാധിപത്യത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. റാഷിദുൻ ഖലീഫേറ്റ് ഇല്ലാതാകുന്നത് യഹൂദൻ പുഞ്ചിരിയോടെ കണ്ടുനിന്നു. AD 694 വിസിഗോത്തിക് സാമ്രാജ്യത്തിലെ എർവിഗും എർഗിക്കയും ചേർന്ന് യഹൂദന്മാരെ ഇല്ലാതാക്കാൻ 28 നിയമങ്ങൾ ഉണ്ടാക്കുകയും യഹൂദന്മാരുടെ സ്വത്ത് പിടിച്ചെടുക്കുകയും ചെയ്തപ്പോൾ യഹൂദ ഉന്മൂലനം എന്ന ലക്ഷ്യമാണ് മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ 17 കൊല്ലം കഴിഞ്ഞ് AD 711 ഗുവദലറ്റ യുദ്ധത്തിൽ താരിഖ് ഇബ്നു സിയാദിന്റെ നേതൃത്വത്തിലുള്ള ഉമയ്യാദ് സൈന്യത്തിന് മുമ്പിൽ പരാജയപ്പെട്ടതോടെ വിസിഗോത്തിക് സാമ്രാജ്യം അസ്തമിച്ചു. യഹൂദൻ അപ്പോഴും ഭൂമിയിൽ അതിജീവിച്ചു. അതിനുശേഷമുള്ള നൂറ്റാണ്ടുകളിൽ യഹൂദനെ ഇല്ലാതാക്കാനോ അടിമകളാക്കാനോ പിന്നെയും പലരും ശ്രമിച്ചുകൊണ്ടിരുന്നു. കുരിശുയുദ്ധക്കാരും അൽ മുഹാദ് ഖലീഫേറ്റും ഫാത്തിമത്ത് ഖലീഫേറ്റും സ്പെയിനിലെയും പോർച്ചുഗലിലെയും ചക്രവർത്തിമാരും കൊസാക്ക് ഹെറ്റ്മാനോറ്റ് എന്ന ഉക്രൈനിലെ കൊസാക്ക് രാഷ്ട്രസ്ഥാപകൻ ബൊഹ്ദാൻ സിനോവിയും പേർഷ്യൻ സാമ്രാജ്യത്തിലെ അബ്ബാസ് 2-ാമനും യമനിലെ ഇമാം അൽ മഹ്ദി അഹമ്മദും റഷ്യയിലെ സാർ ചക്രവർത്തിമാരും സോവിയറ്റ് യൂണിയനിലെ ജോസഫ് സ്റ്റാലിനും നാസി ജർമ്മനിയിലെ അഡോൾഫ് ഹിറ്റ്ലറുമൊക്കെ യഹൂദ ഉന്മൂലനം ലക്ഷ്യം വെച്ചവരായിരുന്നു. കാലം അവരെയെല്ലാം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളിയിട്ടപ്പോൾ യഹൂദൻ ഇന്നും ഭൂമിയിൽ നിലനിൽക്കുന്നു. ഇനി ആധുനിക ഇസ്രായേൽ ഉണ്ടായ 1948 മുതൽ നമ്മൾ നോക്കിയാൽ ഇസ്രായേൽ രാഷ്ട്രസ്ഥാപനത്തിന്റെ പ്രഖ്യാപനം റേഡിയോയിലൂടെ ബെൻ ഗുറിയോൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ നവജാത രാഷ്ട്രത്തെ ആക്രമിച്ച ഈജിപ്ത്, ജോർദാൻ, സിറിയ, ഇറാഖ് മുതലായവർ ഉൾപ്പെട്ട അറബ് ലീഗിന്റെ ലക്ഷ്യം യഹൂദ ഉന്മൂലനമായിരുന്നു. അറബ് ലീഗ് ദയനീയമായി പരാജയപ്പെട്ട് ലോകത്തിന്റെ മുമ്പിൽ പരിഹാസ കഥാപാത്രങ്ങളായി തീർന്നു. യഹൂദനും യഹൂദ രാഷ്ട്രവും കാലത്തെയും ലോകത്തെയും അമ്പരപ്പിച്ചുകൊണ്ട് വീണ്ടും ഉയർന്നു വന്നു. 1967 ഈജിപ്ത്, സിറിയ, ജോർദാൻ, ഇറാഖ് എന്നിവർ ചേർന്ന് ഇസ്രായേലിനെ ഞങ്ങൾ ചോരയിൽ മുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ നേതാവായിരുന്ന ഗമാൽ അബ്ദുൽ നാസർ ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്തു, വരുവിൻ, ഇസ്രായേൽ ഒരു രാജ്യമായിരിക്കാത്തവണ്ണം നാം ഒരുമിച്ച് ചേർന്ന് അവരെ മുടിച്ചു കളയാം എന്ന്. വെറും 6 ദിവസം കൊണ്ട് ജൂതൻ ഈ 4 രാജ്യങ്ങളെയും അടിച്ച് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. യുദ്ധത്തിന് മുൻപ്, അതായത് 1967 ജൂൺ 5 രാവിലെ ഇസ്രായേൽ രാജ്യത്തിന്റെ വിസ്തൃതി 20,500 ചതുരശ്ര കിലോമീറ്റർ അഥവാ 7,915 ചതുരശ്ര മൈലായിരുന്നു.
യുദ്ധം അവസാനിച്ചപ്പോൾ, അതായത് 1967 ജൂൺ 10 ശേഷം ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ വിസ്തൃതി 90,500 ചതുരശ്ര കിലോമീറ്റർ അഥവാ 34,965 ചതുരശ്ര മൈലായിരുന്നു. തങ്ങളെ ഉന്മൂലനം ചെയ്യാമെന്ന 4 രാജ്യങ്ങളോട് ഒറ്റയ്ക്ക് പോരാടി വെറും 6 ദിവസം കൊണ്ട് തങ്ങളുടെ രാജ്യവിസ്തൃതിയുടെ 3.5 ഇരട്ടിയോളം വരുന്ന ഭൂമിയാണ് തങ്ങളെ ഇല്ലാതാക്കാൻ വന്നവരിൽ നിന്നും ഇസ്രായേൽ പിടിച്ചെടുത്തത്. 6 ദിന യുദ്ധത്തിൻ്റെ നാണക്കേട് മറയ്ക്കാൻ വേണ്ടി 1973 ഒക്ടോബറിൽ യഹൂദന്മാരുടെ ഏറ്റവും വിശുദ്ധ ദിവസമായ യോം കിപ്പൂർ അഥവാ മഹാപാപ പരിഹാര ദിനം ആഘോഷിക്കുന്നതിനിടെയാണ് ഈജിപ്തും സിറിയയും സംയുക്തമായി ഇസ്രായേലിനെ ആക്രമിച്ചത്. യുദ്ധപ്രഖ്യാപനങ്ങളൊന്നും നടത്താതെയുള്ള തികച്ചും അപ്രതീക്ഷിതമായ ആക്രമണമായിരുന്നു ഇത്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിലേക്ക് നടത്തിയതുപോലെയുള്ള അപ്രതീക്ഷിതമായൊരു മിന്നലാക്രമണം. വിശുദ്ധ ദിനമായതിനാൽ ഭൂരിഭാഗം സൈനികരും അവധിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സേന ആദ്യ മണിക്കൂറുകളിൽ ശക്തമായ തിരിച്ചടി നേരിട്ടു. എന്നാൽ അപ്രതീക്ഷിത ആക്രമണത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് മുക്തരായ ഇസ്രായേൽ അമേരിക്കയിൽ നിന്ന് ലഭിച്ച ആയുധങ്ങളുടെയും സൈനിക സഹായത്തിൻ്റെയും ബലത്തിൽ അതിശക്തമായി തിരിച്ചടിച്ചു. അതോടെ യുദ്ധത്തിൻ്റെ ആദ്യ ദിനത്തിൽ വീരവാദം മുഴക്കിയിരുന്ന അറബികൾ പിറ്റേ ദിവസം മുതൽ ഇരവാദം മുഴക്കാൻ തുടങ്ങി. കണ്ണിൽ ചോരയില്ലാത്ത ജൂതന്മാർ ഞങ്ങളെ കൊന്നുതള്ളുന്നേ എന്നും പറഞ്ഞ് അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയിൽ കൂട്ടക്കരച്ചിൽ നടത്തി. 16 ദിവസത്തിന് ശേഷം ഒക്ടോബർ 25 ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഈജിപ്തും സിറിയയും അവർക്ക് പിന്തുണ കൊടുത്തിരുന്ന അറബ് രാജ്യങ്ങളും ലോകത്തിന് മുമ്പിൽ വീണ്ടും നാണം കെട്ട പരിഹാസ കഥാപാത്രങ്ങളായി മാറി. പിന്നീട് വിവിധ പലസ്തീൻ ഗ്രൂപ്പുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇസ്രായേലിനെ ഇല്ലാതാക്കാനും ജൂതനെ ഉന്മൂലനം ചെയ്യാനും അറബ് മുസ്ലിം രാഷ്ട്രങ്ങൾ ഇന്നുവരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡാണ് 2023 ഒക്ടോബർ 7 ലോകം കണ്ടത്. പക്ഷേ ഇപ്രാവശ്യം ജൂതൻ പ്രതികരിച്ചത് അറബ് ലോകവും മുസ്ലിം ലോകവും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലായിരുന്നു. ആ പ്രതികരണത്തിൻ്റെ അലയൊലികളാണ് കൂട്ടക്കരച്ചിലുകളായി നാം ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. ജൂതനെ സമാധാനത്തോടെ ജീവിക്കാൻ വിട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ കൂട്ടക്കരച്ചിൽ നടത്തേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് അവരോടൊപ്പം കരയാൻ കൂടിയ എം ലീലാവതി അടക്കമുള്ള സാമൂഹ്യ സാഹിത്യാഭാസക്കാർ സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കണം. അങ്ങനെ ചോദിച്ചു നോക്കിയാൽ നിങ്ങൾ മനസാക്ഷിയുടെ ശബ്ദത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ പിന്നെ ഗാസയ്ക്ക് വേണ്ടിയുള്ള അശ്ലീല പരാമർശങ്ങൾ ഈ ലീലാവതി അടക്കമുള്ളവർ നടത്തുകയില്ലായിരുന്നു. ജൂതനെ ഉന്മൂലനം ചെയ്യാൻ നടക്കുന്ന ഹമാസിന് വാഴ്ത്തുപാട്ടുമായി നടക്കുന്നവരെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഏകദേശം 3500 വർഷത്തോളമായി ആ ജനതയെ ഇല്ലാതാക്കാൻ ചരിത്രത്തിൽ പലരും പലവട്ടം ശ്രമിച്ചിട്ടുണ്ട്. അതിനെയെല്ലാം അതിജീവിച്ചാണ് ജൂതൻ ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. ജൂതനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരെല്ലാം ഇല്ലാതായിപ്പോയി. പക്ഷെ ജൂതൻ ഇപ്പോഴും ഭൂമിയിലുണ്ട്. ഹമാസ് വലിയ മാസാണെന്നൊരു പക്ഷെ നിങ്ങൾക്ക് തോന്നാം. അത് നിങ്ങളുടെ ചരിത്രത്തിലുള്ള അജ്ഞത കൊണ്ട് തോന്നുന്നതാണ്. ജൂതന്മാരെ ഭൂമുഖത്ത് നിന്നും ഇല്ലാതാക്കാൻ ശ്രമിച്ച ഫറവോ മുതലുള്ള വലിയ ചങ്ങലയിലെ ഒരു ചെറിയ കണ്ണി മാത്രമാണ് ഹമാസ്. ആ കണ്ണിയാണെങ്കിൽ ഇസ്രായേൽ ഇപ്പോൾ പൊട്ടിച്ചു കളയുകയും ചെയ്തിരിക്കുന്നു. ഹമാസ് അത്രമാത്രം ദുർബലമായൊരു കണ്ണിയാണ്. ഒക്ടോബർ 7 ഹമാസിൻ്റെ ആക്രമണം ഇസ്രായേലിനെ മിഡിൽ ഈസ്റ്റിലെ അനിഷേധ്യ ശക്തിയാക്കി മാറ്റി എന്നതാണ് വസ്തുത. 2 വർഷത്തെ കണക്കെടുക്കുമ്പോൾ വിവിധ ശത്രുക്കളുടെ മേലുള്ള ഇസ്രായേലിൻ്റെ വിജയമല്ലാതെ മറ്റെന്താണ് കണക്ക് പുസ്തകത്തിൽ അവശേഷിക്കുന്നത്? ഇസ്ലാമിക ഭീകരതയാണെന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന സത്യം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ ഹമാസിൻ്റെ നരനായാട്ടുകൊണ്ട് കഴിഞ്ഞു എന്നല്ലാതെ വേറെ എന്ത് പ്രയോജനമാണ് ഹമാസിനോ ഗാസക്കാർക്കോ ലഭിച്ചത്? യാതൊന്നുമില്ല എന്നതാണ് സത്യം. യാതൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഹമാസിന് കൈയടിക്കുന്നത് നിർത്തിയിട്ട് അവശേഷിക്കുന്ന ബന്ദികളെയും തടവിൽ ഗാസൻ മുസ്ലിങ്ങളുടെ കയ്യാൽ കൊല്ലപ്പെട്ട ബന്ദികളുടെ ശവശരീരങ്ങളെയും ഇസ്രായേലിന് വിട്ടുകൊടുത്തുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ഹമാസിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യേണ്ടത്. ജൂതൻ്റെ ഇരുമ്പ് വാളുകളിൽ നിന്നും ഗാസൻ ജനതയെ രക്ഷിക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗം നിങ്ങളുടെ മുന്നിലില്ല. നിങ്ങൾ യഥാർത്ഥമായി മനുഷ്യപക്ഷത്ത് നിൽക്കുന്നവരാണെങ്കിൽ, നിങ്ങളിൽ മനുഷ്യത്വം ഇനിയും അല്പമെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ
ഗാസയിലെ സ്ത്രീകളോടും ഗർഭിണികളോടും കുഞ്ഞുങ്ങളോടും നിങ്ങൾക്ക് തോന്നുന്ന സഹതാപം സത്യമാണെങ്കിൽ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. അതാണ് മനുഷ്യത്വത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന പ്രവൃത്തി. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.